ഇതൊരു അന്വേഷണ സംഘം അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തി തീർക്കാവുന്ന പ്രശ്നം മാത്രമാണോ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്? ഇത് പക്ഷേ ഇടതുപക്ഷ ക്യാമ്പുകളിൽ പല രീതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പി വി അൻവർ പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമാണെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ നോക്കൂ, തെറ്റുതിരുത്താൻ ഇടതുപക്ഷത്തെ MLA മുഖ്യമന്ത്രിയെയും പാർട്ടിയും കൈവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശുദ്ധികലശം നടത്തുകയാണ്. ഇങ്ങനെയൊക്കെ ഇടതുപക്ഷത്ത് മാത്രമല്ലേ സാധ്യമാവൂ? ടി പി ജയചന്ദ്രൻ, ഈ ചർച്ച തുടങ്ങപ്പോൾ അരുൺ തന്നെ പറഞ്ഞു, ഈ നാട്ടിൽ ഇന്നേ വരെ കെട്ടുകേൾവിയുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു MLA പരസ്യമായി മുഖ്യമന്ത്രിയെ തനിക്ക് വിശ്വാസമില്ല, ഞാൻ പൊതുവായി പറയാതെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ഇല്ലെങ്കിലും അല്ല, ഒരു മിനിറ്റ് അരുൺ, പത്രക്കാരോട് പരസ്യമായി പറയാതെ അത് കൊടുത്തിരുന്നെങ്കിൽ അത് ഗൗനിക്കപ്പെടുമായിരുന്നില്ല എന്ന് അൻവർ പറഞ്ഞിരുന്നോ? ഉണ്ടല്ലോ. അതിന്റെ പച്ച മലയാളം എന്താ? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ വിശ്വാസമില്ല. ഞാൻ വരാം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ എന്താണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ വിശ്വാസമില്ല എന്താണ്? അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷം കൊടുക്കുന്നതിൻ്റെ സാങ്കത്യവും യുക്തിയും വിശ്വാസ്യതയും എന്താണ്? നാഴികയ്ക്ക് 40 വട്ടം യെസ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്ന മാതിരിയിൽ ചർച്ചയ്ക്കിടയിലൊക്കെ അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി മഹാനാണ്. യെസ്, ഹി ഈസ് എ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഓണറബിൾ മാൻ എന്ന് അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് പറയുന്നു, ഇത് പത്രക്കാരോട് പറയാതെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന പ്രത്യാഘാതം എന്ത്? ഡോക്ടർ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് ജയചന്ദ്രൻ സാർ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നു അൻവർ ഉയർത്തിയത് കൺസ്ട്രക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അൻവറാണ് ശരി എന്നല്ലേ അരുൺകുമാർ അതിൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന കേരളത്തിലെ പോലീസ് സേനയും കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ADGPയും കേരളത്തിലെ സംവിധാനങ്ങൾ ആകെ പങ്കിലമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാൾ പരോക്ഷമായി സമ്മതിക്കുകയില്ല. ഇത് ജയചന്ദ്രൻ പറഞ്ഞത് ഭാഗികമായി പി വി അൻവർ പറഞ്ഞത് ശരിയാണ്, ഭാഗികമായി പി വി അൻവർ പറഞ്ഞത് കൺസ്ട്രക്റ്റീവ് ആണ്. അത് പറഞ്ഞതിനെ പി വി അൻവറിനെ നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാ? അദ്ദേഹം ഇടതുപക്ഷത്തും CPM സഹയാത്രികനായും സഖാവെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സാർ. അദ്ദേഹത്തെ നിങ്ങൾ എന്തിനാ മാറ്റി നിർത്തുന്നത്? അല്ല, ഞാൻ മാറ്റി നിർത്തിയില്ല. അരുൺ സമയം കിട്ടുമ്പോൾ ഈ ചർച്ച ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കൂ. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കൃത്യമായി ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അൻവർ കൺസ്ട്രക്റ്റീവ് ആണ്, ഡിസ്ട്രക്റ്റീവ് അല്ല. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അൻവർ പാർഷ്യലി കറക്റ്റാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തോട് ഒട്ടി നിൽക്കുന്നവർ അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന തുറന്നു വിട്ടിരിക്കുന്ന ഈ കുടത്തിലെ ഭൂതം അവരെ എത്തിച്ചിരിക്കുന്ന ഒരു ആശയപരമായ അവ്യക്തതയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം വളരെ കൃത്യമായി ഡോക്ടർ അരുൺ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്താണത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അതിദയനീയമായ ചിത്രമാണ്, പരാജയമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ഇക്കാലം അത്രയും കേരളം ഭരിച്ച കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ഐക്യമുന്നണി വരുമ്പോൾ പോലീസ് അസോസിയേഷനിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, അതിൻ്റെ നേതൃത്വം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന, കേരളത്തിലെ സിവിൽ സർവീസ് രംഗത്ത് NGO യൂണിയൻ ഉള്ളതുപോലെ തന്നെ പിടപാടുള്ള NGO അസോസിയേഷൻ, സാങ്കേതികമായിട്ട് അവർക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊക്കെ അറിയാം ഇത്തരം ആളുകളൊക്കെ തന്നെ അവതാളുകളുടെ രാഷ്ട്രീയപരമായ സന്തുല്യതക്കനുസരിച്ചാണ് ഈ സംഘടനകളൊക്കെ ഇരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്കും പ്രതിപക്ഷ നേതാവിനും ഈ മരം മുറിയും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും പോലീസ് അസോസിയേഷനിലെ മുൻകാല പ്രവർത്തകന്മാർ, മാറ്റി നിർത്തപ്പെട്ടവർ, ഉദ്യോഗസ്ഥലത്തിൽ ഇരിക്കുന്നവർ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും അത് വിശ്വസിക്കുമ്പോഴും അത് പൂർണ്ണമായി വിഴുങ്ങിക്കളയാൻ നമുക്ക് സാധിക്കുമോ? അതല്ല, അത് കയ്യിൽ കിട്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സാധിച്ചിട്ടില്ലെങ്കിൽ, ഇത് കണ്ടെത്താൻ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടിനും കഴിയുന്നില്ലെങ്കിൽ അത് ദയനീയമായി അവരെത്തിയിരിക്കുന്ന പരാജയത്തിന്റെ പടുകുഴിയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പരാജയം തന്നെയല്ലേ സിവിൽ സർവീസ് രംഗത്ത് നടന്നു വന്നിരിക്കുന്ന
ഇത്തരം അനഭിലഷണീയങ്ങളായ വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയുന്നില്ല എന്ന്. അതല്ല അരുൺകുമാർ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ വിശ്വസിക്കണമോ? ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു തരം അഡ്ജസ്റ്റ്മെന്റിൽ അവസാനം കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. നോക്കൂ, ഇതിൽ തന്നെ അൻവർ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന്റെ നാക്ക് പിടിച്ചു കെട്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പുനർജനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, കേസിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ കാര്യത്തിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിൽ ഈ ADGPയുടെ സഹായം ഇവർ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ പ്രതിപക്ഷം ഒരു പ്രത്യക്ഷമായുള്ള ഒരുപക്ഷെ നമുക്കൊക്കെ ആ തരത്തിൽ തോന്നുന്നു, അവരൊരു പക്ഷേ വാദിച്ചേക്കാം, ഒരു ചെറുത്തുനിൽപ്പിന് പ്രതിപക്ഷം മുതിരാതിരിക്കുന്നത്? പാർട്ടിയിലാണ് യുവനേതാക്കൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അബിന്റെ തലയടിച്ചു പൊട്ടിച്ചു ഈ പോലീസ്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ കണ്ട കോൺഗ്രസിന്റെ മാർച്ചും പ്രതിഷേധവും TP ജയചന്ദ്രൻ കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു കാര്യം ഇയാള് വന്നത് ഈ പറയുന്ന മാഷുണ്ടല്ലോ ഞാൻ പറയട്ടെ, ഈ മാഷുണ്ടല്ലോ അയാളൊരു പാർട്ടിന്റെ നേതാവല്ലേ? ഈ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഈ കേരളത്തിലെ പ്രതിപക്ഷം എന്നല്ലേ BJP പറയുന്നത്? എന്തേ നിങ്ങൾ അനങ്ങാത്തത്? നിങ്ങൾ എവിടെയാ സമരം ചെയ്യാത്തത്? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും നിങ്ങളുടെ നേതാക്കന്മാർ എവിടെ പോയി? ഒറ്റ നിമിഷം, TP ജയചന്ദ്രൻ എവിടെ പോയി? BJPയുടെ മാർച്ച് എന്താ പണി? താങ്കൾക്ക് വന്ന് ന്യായീകരിക്കുക പ്രതിപക്ഷം? താങ്കൾ ആരാണ്? താങ്കൾ ഏത് പാർട്ടിയുടെ വക്താവാണ്? പിണറായി വിജയൻ ഇത് ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഈ കക്കാനും മുക്കാനും കള്ളക്കടത്ത് നടത്താൻ അവസരം കൊടുത്ത് താങ്കളുടെ പാർട്ടിയും പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയാനോ? ഞങ്ങൾ തെരുവിലാണ്, ഞങ്ങൾ സമരത്തിലാണ്, ഞങ്ങൾ ജയിലിലാണ്. എവിടെ TP ജയചന്ദ്രൻ? നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ കാണാനുണ്ട്. അവർ ജില്ലകൾ തോറും സമരം ചെയ്യുന്നു, അവർ സംസ്ഥാനത്ത് മാർച്ച് ചെയ്യുന്നു. അവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ സമരരംഗത്തേക്ക് കുതിച്ചെത്തുന്നു. അടിയേറ്റ് പുളയുന്നു, ജയിലിൽ കഴിയുന്നു. എവിടെ BJP സാർ? എങ്ക പോയി സാർ? അല്ല അത് അരുണേ, എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങളുടെ ചില വീക്ഷണങ്ങൾ ഉണ്ടാകാം. അൻവറിനെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. നോക്കൂ, BJPയുടെ പ്രതിഷേധം എവിടെ? നിങ്ങൾ എവിടെയാണ്? BJPയുടെ പ്രതിഷേധം എവിടെ? എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ സമരം? അല്ലല്ല, ഈ നാട്ടിൽ ഒത്തുചേർന്നുകൊണ്ട് തൃശ്ശൂർ പൂരം നിങ്ങൾ ഏങ്കർ ആവല്ല. എന്നോടാ ചോദ്യമായിരുന്നു. തൃശ്ശൂർ പൂരം കലക്കി ദൈവത്തിന്റെയും ഭക്തിയുടെയും പേര് പറഞ്ഞ അധികാരത്തിലേറുന്ന ആളുകള് തൃശ്ശൂർ പോലത്തെ പൂരം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അധികാരത്തിലേറി നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റും? ഉന്നയിച്ച വിഷയത്തിനോട് കൂടി ചേർത്ത് താങ്കൾക്ക് മറുപടി പറയാം. TP അപ്പോ ആ റിജിലിനോടൊന്നും ഉണ്ടാതിരിക്കാൻ പറ. റിജിൽ, ഒരു മര്യാദയിൽ ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നതിനല്ല, അരുൺ പറഞ്ഞതിന് നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതിന് ഞാൻ മറുപടി പറയാം. ഒറ്റ ചോദ്യം. തൃശ്ശൂർ പൂരം കലക്കിയത് നിങ്ങൾ പറയുന്നത് ഇടതുപക്ഷം BJPയെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ച നാടകമാണല്ലോ. ശരി സാർ, ഞാൻ കൈകൂപ്പി ചോദിക്കട്ടെ, അങ്ങനെ ഇടതുപക്ഷം ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA കണ്ട് പാവം വടകരയിൽ കൊണ്ടുവന്ന മുരളീധരന്റെ വോട്ട് കുറയുന്നത് എന്തുകൊണ്ടാണ് സാർ? അപ്പൊ BJPക്ക് കിട്ടിയ വോട്ട് കോൺഗ്രസിന്റേതാണോ? കുറയേണ്ടത് ഇടതുപക്ഷത്തിനല്ലേ? CPM-ലേക്ക് പോയത് CPM-ലുള്ള വോട്ടുകൾ തൃശ്ശൂർ പൂരത്തിലേക്ക് പോകല്ലേ? തൃശ്ശൂർ പൂരം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ചർച്ച ചെയ്തതാണ്. എനിക്കറിയേണ്ടത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷം വലിയ സമരത്തിൽ ഏർപ്പെടുമ്പോൾ BJP എവിടെ? അവിടെയാണ് ഒരു ചോദ്യം. BJPയിലെ RSSന്റെ നേതാക്കളുമായി ദത്താത്രേയ ഹൊസബാളയുമായും റാം മാധവനുമായിട്ട് അതൊക്കെ സമരമാണോ സാർ? BJP ഏറ്റെടുത്ത ഒരു സമരം ഇങ്ങനെയാണോ നടക്കുക? ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട്, എന്നാ പിന്നെ ഇത് ചെയ്താൽ കൊള്ളാമോ? ആ ലെവലല്ലല്ലോ സമരം. BJP എവിടെ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമരം ഏറ്റെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? TP ജയചന്ദ്രൻ, യുവമോർച്ചയുടെ സമരം അരുണിന്റെ മാധ്യമം കണ്ടിരുന്നു. ഒരു നിമിഷം.